ഷൺമുഖൻ? അതെ സാർ, HC ഷൺമുഖൻ, ഓൺ ഡ്യൂട്ടി. ഇതെന്തിനാ സാറേ? ഞാൻ അംഗരക്ഷകനല്ലേ, പാറാവുകാരൻ. പടവീടൻ സാറിന്റെ ദേഹത്തൊരു ഈച്ച പോലും വന്നിരിക്കാതെ നോക്കേണ്ട കാവൽ സംഘത്തിൽപ്പെട്ടയാള്. മാറ്റിപ്പിടി, പൊട്ടും ലോഡല്ലേ? അതെ, ഫുൾ ലോഡാ. നീ പണി തുടങ്ങിന്നറിഞ്ഞപ്പോ നിറച്ചു വെച്ചതാ. ആ പിള്ളേരെ നാലിനെ നീ ഞവളിയല്ലടാ. പിള്ളേര് ആയി ഗുണയന്മാര് പോവാൻ പറഞ്ഞാ നല്ല ഭാഷയിൽ. വള്ളക്കൂലിക്കും പിന്നെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് സെറ്റാവുന്നവരെ ചെലവിനുള്ളത് അതും കൊടുത്തു. അവർക്ക് വേണ്ട, അവർക്കെന്റെ ചാവ് കാണും. പുലകുളി അടിയന്തരത്തിന് ചോറും തിന്നണം. തന്നില്ലാ പടപ്പുകളുടെ അഹങ്കാരം. ചങ്കിനും പള്ളക്കും ഉണ്ട കയറ്റി തന്നെ കൊണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാര് നോക്കിയപ്പോ കൊല്ലാനും വളർത്താനും ഒടേതമ്പരാൻ ലൈസൻസ് കൊടുത്തുവിട്ട പടവീടൻ സാറിനെ കണ്ടുള്ളൂ. അതിന്റെയും മുകളിൽ തൃക്കണ്ണ് തുറന്നാൽ സർവ്വതും ചാമ്പലാക്കാൻ ശേഷിയുള്ള പരമശിവന്റെ പുത്രൻ ഷൺമുഖനെ അവര് മറന്നുപോയി. മറവിക്ക് ചിലപ്പോഴൊക്കെ നല്ല ശിക്ഷ മരണമാണ്. അതെ, ഈ പട്ടണത്തിലെ ചവറ്റുകൊട്ടയിലേക്ക് ആരോ വലിച്ചെറിഞ്ഞവനെ കൂടെ കൂട്ടി കൂടപ്പിറപ്പിന്റെ സ്നേഹം തന്ന് ഇന്നത്തെ വിശ്വരൂപത്തിലേക്ക് വളർത്തിയ നിന്റെ മച്ചാനെ നീ മറന്നു. പിന്നിട്ട കാലത്തിന് നടന്ന വഴികളെ നീ മറന്നു. മരണം തന്നെയാ മറവിക്ക് ശിക്ഷ. പടവീട, നീ എന്നെ ഉണ്ടാക്കിയ തന്തയാവല്ലേ? നീ എന്റെ തോളിൽ കൈയിട്ട് കുമ്പാരി എന്ന് വിളിച്ചപ്പോഴൊക്കെ നിനക്ക് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒന്നുകിൽ ഒരാളുടെ ജീവൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പെട്ടിയിലോ പത്തായത്തിലോ ഇരിക്കുന്ന പണം. മുനമ്പത്തെ മീൻനാടുന്ന ചെറ്റക്കുടലിൽ നിന്ന് ഈ മണിമാളികയിലേക്ക് ഒരു രാത്രി വെളുത്തപ്പം ഷിഫ്റ്റ് ചെയ്തവനല്ല നീ. ഷൺമുഖന്റെ കൈക്കരുത്തും ചങ്കുറപ്പും വിറ്റും പണയം വെച്ചും കിട്ടിയതിന്റെ നടുക്കണ്ടം തിന്ന് വളർന്നവനാ നീ. ഞാൻ സമ്മതിക്കും, എനിക്കതിൽ അപമാനമില്ല. കൊലക്കത്തി പായും മുമ്പുള്ള ഈ സമയം നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കും. സമയം, മരണത്തിന് മുമ്പുള്ള സമയം, അതിൽ നമുക്ക് തുല്യാവകാശം. ഈ മുറി വിട്ട് ഒരാൾ മാത്രമേ ജീവനോടെ പുറത്തു പോകൂ. പോയിന്റ് ബ്ലാങ്കിൽ എന്റെ തോക്കിന് മുന്നിൽ നിന്നാ നീ ഇത് പറയുന്നത്. ആയുധം ആവശ്യത്തിന് ഉപകരിക്കാത്ത സന്ദർഭങ്ങളും ചിലപ്പോൾ വരും.